ഹലോ ഗൈസ്, നമ്മളെങ്ങോട്ടാ പോകുന്നത്? മാടായിപ്പാറയിൽ മഴ കാണാൻ പോവുകയാണ് ഗൈസ്. അല്ലേ മഴ കഴിയാനേ എന്നാലും മഴ കാണാൻ പോകുന്നു പൊന്നു. അതെ ഗൈസ്, നമ്മൾ മാടായിപ്പാറയിൽ മഴ കാണാൻ പോവുകയാണ്. വെൽക്കം ടു എൻജോയ് വ്ളോഗ്സ്. ഒരു മഴ പിടിക്കുന്നെന്ന് തോന്നുട്ടാ. ചിലപ്പോ മഴ കിട്ടുമായിരിക്കും. ചെയ്യോ വാവാച്ചി? വിശ്വസിക്കാനൊന്നും കാര്യമില്ല. ഇപ്പൊ പറ്റിക്കലാന്ന്. ഇപ്പൊ പെയ്യെന്ന് വിചാരിച്ച പെയ്യൂലാന്ന് വിചാരിച്ച പെയ്യും. അതെ ഗൈസ്, ഒന്ന് വെല്ലുവിളി കിട്ടുമെന്ന് വിചാരിച്ച കിട്ടൂല. മഴ വീണേ മഴ പെയ്ത നമ്മളെ കാറ് കൂടി വൃത്തിയാക്കാൻ പറ്റാം. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പുറത്തെ വഴി നമുക്ക് കയറാൻ പറ്റും. യെസ്, പയ്യന്നൂർ വഴിയാണ് നിങ്ങൾ മാടായിപ്പാറയിൽ പോകുന്നുണ്ടെങ്കിൽ പോകുന്ന വഴി തന്നെയാണ് കേട്ടോ വാഴപ്പുറം ബീച്ചും ചെമ്പല്ലിക്കുണ്ടെല്ലാം വരുന്നത്. അപ്പോൾ ഫ്ലോട്ടിംഗ് പാർക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നില്ല അവർക്ക് വയലപ്പുറയും കൂടി കയറിയിട്ട് മാടായിപ്പാറയിൽ പോകും. കാത്തുന്ന പോലെ മഴ പിടിച്ചിട്ടുണ്ട്. ഒന്നും കാണുന്നില്ല. എനിക്ക് നേരത്തെ മഴയുണ്ടെന്ന് തോന്നുന്നല്ലേ. ഞങ്ങള് വിചാരിച്ചതിന് ശക്തമായ മഴയാണ് വരുന്നത്. അതെ, പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മഴ നനയണമെങ്കിൽ നമ്മൾ കോട്ട് എടുത്തിട്ടില്ല ഗായ്സ്. വെള്ളം കയറുക. എന്തായാലും കാറ് വൃത്തിയായി. നമ്മളെ ഫസ്റ്റ് ഉദ്ദേശം സാധിച്ചിട്ടുണ്ട്. ഇവരൊക്കെ മീൻ പിടിക്കാൻ നിൽക്കുന്നവരോ? നിങ്ങൾക്ക് കാണാം പുഴയുടെ സൈഡിൽ മീൻ പിടിക്കാൻ കുറെ കോട്ടിട്ടവരാ. ഇതാ ഭയങ്കര സ്ട്രൈക്ക് ചെയ്യുന്നതിന്. പിന്നെ ദേവദത്ത് ഷാജി പിന്നെ ഭയങ്കര നല്ല റൈറ്ററാണ്. അപ്പോൾ സിനിമേനെ മറ്റേ ഭയങ്കര ക്ലാരിറ്റിയാണ് ആ സിനിമേനെ കുറിച്ചിട്ട്. അതിൽ നമുക്ക് ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഫുൾ എല്ലാവരും എത്തിയിട്ട് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിലൊരു അത്രയും എല്ലാവരെയും കൺവിൻസ് ചെയ്തിട്ടാണ് ആ സ്ക്രിപ്റ്റ് ഉണ്ടായത്. അതെ, 600 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ജൈവ വൈവിധ്യ കേന്ദ്രമാണ് മാടായിപ്പാറ എന്ന് പറയുന്നത്. വിവിധ ഇനം പൂക്കളും ചെടികളും പൂമ്പാറ്റകളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഈ മാടായിപ്പാറയിൽ. ഇവിടെ ഓരോ കാലത്തിലും ഓരോ സൗന്ദര്യമാണ് കാണാൻ. അതായത് മഴക്കാലത്തിൽ നിങ്ങൾക്ക് ഫുള്ളൊരു ഗ്രീനറി പച്ചപ്പാണെങ്കിൽ വേനൽക്കാലം വരുമ്പം ഫുള്ളൊരു ഗോൾഡൻ കളറിലേക്ക് മാറും. അങ്ങനെ ആ ഓണത്തിൻ്റെ സമയമാണെങ്കിൽ ഈ പാറ മുഴുവൻ കാക്കപ്പൂക്കൾ കൊണ്ട് നിറയും. അപ്പോൾ ഓരോ സമയത്തും ഓരോ വർണ്ണങ്ങളിലാണ് മാടായിപ്പാറ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. ശരിക്കും പ്രകൃതി കൊണ്ട് മാത്രമല്ല കേട്ടോ, ചരിത്രം കൊണ്ട് മാടായിപ്പാറ പ്രശസ്തമാണ്. ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ഹൈദരാലിയും പട്ടാളവും ഇവിടെ വന്ന് തമ്പടിച്ചിട്ടുണ്ട് എന്നൊക്കെ ചരിത്രങ്ങളിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന കുളമില്ലേ, വടമുകുന്ദ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ളത്, ഇത് ജൂതക്കുളം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റ് കേരളത്തിൽ ജൂതന്മാർ വന്നത് ഇവിടെയാണ്. അങ്ങനെയുള്ള കുറേ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. നമുക്കിതിനെക്കുറിച്ച് വലിയ പരിജ്ഞാനമൊന്നും ഇല്ലെങ്കിലും ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇത്ര വലിയ പരിജ്ഞാനമൊന്നും വേണ്ട. അതുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ വരുന്നവർ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് മാടായിപ്പാറ എന്നേ ഞാൻ പറയും. ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നമുക്ക് മറ്റേ പാട്ട് ഓർമ്മ വരുന്നില്ലേ? ഏത് പാട്ട് വാവച്ചി? ഗസ്സേ. മിന്നൽ വളയല്ലാടെ. അർത്ഥമൊന്നും അറിയില്ലെങ്കിലും ആരെങ്കിലും ചെയ്താൽ അത് കോപ്പി അടിച്ച് ചെയ്യുക എന്നുള്ളത് എൻ്റെ ചേച്ചിയുടെ ഒരു പ്രത്യേകതര സ്വഭാവമാണ്. ശരിക്കും ഇതെന്തിനാ ഇങ്ങനെ കല്ലെടുത്ത് വെക്കുന്നത്? നമ്മൾ മറ്റേ എവിടെ കൊട്ടിയൂർ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു, അവിടുത്തെ ഉരുളങ്കല്ലെല്ലാം ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. പക്ഷെ ഇവിടുത്തെ വെട്ടുകല്ലെന്തിനും ഇങ്ങനെ വെക്കുന്നത്? സ്ഥലമാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ ആയിരിക്കില്ലേ മറ്റേ കാക്കപ്പൂ ഉണ്ടാവല്? യെസ്, ഇവിടെയാണ് കാക്കപ്പൂ ഉണ്ടാവുന്നത്. ചളി ഉണ്ടാവുമെന്ന് അറിയില്ല. ചളി ഉണ്ട്. ചളിയിൽ താഴെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ നല്ല ഫോഗ് ഉണ്ട്. എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല.
ശരിക്കും നല്ല രാവിലെയോ വൈകുന്നേരം എല്ലാം വന്നാൽ നമ്മളിപ്പോൾ കണ്ടില്ലേ ആ ഏഴിമലയിൽ നിന്ന് സൂര്യൻ ഉദിക്കുന്ന അസ്തമിക്കുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാ. നിങ്ങൾ ആ സമയത്താ വരുന്നെങ്കിൽ ഈ ഭാഗത്തേക്ക് വരാൻ മറക്കല്ലേ. കപ്പിൾസ് ഫോട്ടോ എടുക്കുന്നത് കണ്ടില്ലേ, ഇനി നമുക്ക് പോയി ഡിസ്റ്റർബ് ചെയ്യും. ഇത് റൊമാൻസ് അല്ല, ഇത് മറ്റേ കണ്ണാസും കടലാസും. പെങ്ങടൊക്കെ കെട്ടിയ ശ്രീധനത്തൊക്കെ തരുമോ അളിയ? എന്തിനെന്നറിയില്ല. ഇങ്ങനെ തള്ളാൻ നിങ്ങൾക്ക് സാധിക്കോ? ആൾക്കാരൊക്കെ വൈകുന്നേരം തോന്നല്ലേ വരല്. നമ്മൾ വൈകുന്നേരം വന്നാൽ കുറെ കോട്ടിട്ടാളെ ചിറ പുഞ്ചി മഴത്തൊന്നും അറിയില്ല എടുത്തിട്ടാ. ബാക്ക്ഗ്രൗണ്ടിൽ മഴ ഇട്ടിട്ട് എടുക്കാറില്ല. വെള്ളം കൂടി എന്തുവാ വെച്ച് മാടായി പറ. അതെ, പറയാനും മാത്രം വാക്കുകളൊന്നുമില്ല. ജസ്റ്റ് പോവുക, എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കുറച്ച് റീലൊക്കെ എടുക്കാനുണ്ടെങ്കിൽ കോട്ട് എടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ഫ്രം NJ Vlogs.